മോള് വിഷമിക്കണ്ട മോളെ. എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടു. ഞാനും മോടെ അച്ഛനും ഒക്കെ ജയില് കാത്ത് കഴിയുന്നവരാ. അതുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും തകർക്കാൻ ഒരു അവസരം കിട്ടിയ ഞങ്ങളത് ചെയ്തിരിക്കും. നീ മിണ്ടായിരുന്നോ? നീ ഒറ്റൊരുത്തനാ എന്റെ മോളുടെ കണ്ണീരിന് കാരണം. കമലേശ്വരത്തെ സകല സ്വത്തുക്കളും ബിസിനസ്സും ഈ കിഴങ്ങന്റെ പേരിലാണെന്ന് പറഞ്ഞ നീ എന്നെയും എന്റെ മോളെയൊക്കെ കൊതിപ്പിച്ചത്. എന്നിട്ട് നീ എന്റെ സ്വത്തുക്കൾ കൊണ്ട് ജീവിക്കാൻ നടക്കുക ഈ കിഴങ്ങൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ ദേകരണേ, നിന്റെ അച്ഛന്റെ സംസാരം നീ നിയന്ത്രിച്ചോളാൻ പറയണം, അല്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ പറയണം. അച്ഛനൊന്നും മിണ്ടാതിരുന്നൂടെ? ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്താടി കാര്യം? നമ്മളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിട്ട് രാമൻ വെറുതെ ഓരോന്ന് പറയുന്നതാ. സമയവും സന്ദർഭവും ഒത്തു വന്നാ ഇവൻ കണ്ണന്റെ കാല് പിടിക്കും. എന്താ വെച്ചാ ഒരു പെണ്ണ് പെര നടന്നിരിക്കുകയല്ലേ, അതിനെ ആരെങ്കിലും തല വെച്ച് കെട്ടണ്ടേ? പിന്നെ നമ്മളെ വെറുതെ തിളപ്പിക്കുന്നതാ. നമ്മളായിട്ട് കണ്ണനെ മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്താ ഇവൻ അത്രയും ലാഭം, സന്തോഷം. പക്ഷെ മേഘേട്ടൻ പഴയ മേഘേട്ടനായ എന്തെങ്കിലുമൊക്കെ നടക്കും, ആ വിശ്വാസം എനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും കണ്ണനെ കൊല്ലാൻ കൊണ്ടുപോയപ്പോഴല്ലേ മേഘേട്ടൻ ഈ അവസ്ഥ വന്നത്. അതും അയാൾ നടന്നു തുടങ്ങിയത് അറിയാതെയാ മേഘേട്ടൻ അയാളെയും കൂട്ടി പോയത്. അതിലാ അബദ്ധം പറ്റിയത്. അവൻ എന്തൊക്കെയോ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞ? എന്താ? അവനെ എല്ലാം കൊന്നു തള്ളുവെന്നാ മോൻ പറയുന്നത്. എടാ മേഘ, അങ്ങനെ കൊന്നു തള്ളണമെന്നുണ്ടെങ്കിലേ ആദ്യം മാർക്കോയും അവന്റെ സഹായി ലോപ്പസും ഒക്കെ മരിക്കണം. അല്ലെങ്കിൽ കൊന്നു തള്ളുന്നത് നമ്മളെ അവരായിരിക്കും. ഇവിടെ നിന്ന് ഞാനൊന്നും പറയുന്നില്ല. തോമസ് സാറ് കേട്ടാലേ വശക്കേടാ. എന്തായാലും മോനെ ഉണ്ണി, നിനക്ക് ഉടനെ തന്നെ പോകാൻ പറ്റുമായിരിക്കും. താൻ പോടോ. ജയിലിൽ വന്നപ്പോ എന്നെ തിളപ്പിക്കാൻ വേണ്ടിട്ട് വീണ്ടും കള്ളക്കഥകൾ പറഞ്ഞു. എന്റെ അച്ഛൻ സ്വത്തെല്ലാം അമ്മയ്ക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴാ അച്ഛനെ വകവരുത്താൻ കൊട്ടേഷൻ കൊടുത്തെന്നാ ഇയാള് പറഞ്ഞത്. അത് കള്ളാണെന്ന് അമ്മയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഇയാളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ കണ്ണേട്ട വകവരുത്താനും നോക്കി. അതുകൊണ്ട് എനിക്കൊരു പ്രയോജനം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിന്റെയൊക്കെ അവസാനം കാണാൻ പാടില്ലാത്ത കാഴ്ചയും കണ്ടു. കണ്ണേട്ടൻ നടക്കുന്നത് അവിടെ വെച്ച് ശ്വാസം മുട്ടി ഹൃദയം നിലക്കാൻ പോയ കണ്ണേട്ടനെ എനിക്ക് കൊല്ലായിരുന്നു. പിന്നെ എവിടുന്ന കൃത്യസമയത്ത് തന്നെ മാർക്കോ വന്നെന്ന് എനിക്കറിയില്ല. അവൻ എവിടെ നിന്നും വരും. തൂണിന്നും തുരുമീന്നൊക്കെ വരുന്ന ഭഗവാന്റെ അവതാരം അവൻ. അതുകൊണ്ടാ ഈ നാട്ടിലെ പേരെടുത്ത ഗുണ്ടകൾക്കൊന്നും അവന്റെ ദേഹത്തൊരു മണ്ണ് നുള്ളിടാൻ പോലും പറ്റാത്തത്. ശത്രുവിനെ പുകഴ്ത്തിയാലേ നമുക്ക് ഗുണമൊന്നും ഉണ്ടാകത്തില്ല പ്രതാപ. പുകഴ്ത്താതിരുന്നാ വല്ല ഗുണം ഉണ്ടാവൂ? എടാ നീ നിന്റെ മോനെ വിളിച്ചോണ്ട് പോടാ. ആ മോനെ, ഇവിടെ നിന്നാലേ ഇവന്റെ വൃത്തികെട്ട നാവീന്നേ ബാക്കിയുള്ളതോടെ കേൾക്കേണ്ടി വരും. നീ എത്രയും പെട്ടെന്ന് റെഡിയായി വാ. നീ പോടാ. അവരെ കഴിവതും തിളപ്പിച്ചോണ്ടിരിക്കണം. അവരെന്തെങ്കിലും ചെയ്യുവാന്ന് ചെയ്യട്ടടാ. പക്ഷേ ഞാൻ പറഞ്ഞത് നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. നമ്മളെപ്പോഴും കണ്ണന്റെയും മഹാലക്ഷ്മിയുടെ സിമ്പതി പിടിച്ചു വിറ്റാനേ ശ്രമിക്കാവൂ. എന്നാലേ നിനക്കും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഇനി ഇവിടെ നിലനിൽപ്പുള്ളൂ. ഞാനിനി എന്തായാലും ഇനിയുള്ള കാലം ജയിൽ പുള്ളിയാ. നീ കയറാൻ നോക്കാം. പയ്യെ 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 പയ്യെ. ശരി. കാല് 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 കാല്. കാലെടുത്ത് മുകളിലോട്ട് പോയി. എന്താ പതുക്കെ പിടിക്കണോ? മോളെ, എന്തായാലും മോക്ക് തന്ന ഉറപ്പുണ്ടല്ലോ, അത് ഞാൻ പാലിച്ചിരിക്കും. ഈ ഓണം കണ്ണനും ലക്ഷ്മിയും അവരെ സ്നേഹിക്കുന്നവർക്കൊപ്പം ഇരുന്ന് ഉണ്ണില്ല. അത് ഞാൻ എന്റെ മോക്ക് തരുന്ന വാക്കാ മോളെ. കണ്ണന്റെയും ലക്ഷ്മിയുടെയും കണ്ണീര് കണ്ടിട്ട്
ഇത്തവണ ഓണസദ്യ ആസ്വദിച്ച് കഴിക്കാൻ പോകുന്നത് എന്റെ മോളും മരുമോനും ആയിരിക്കും. ഇത്തിരി ബുദ്ധിയുള്ളവനാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ കേൾക്കാൻ രസമുണ്ടായിരുന്നു. മിണ്ടാതിരിടാ. അവന്റെ ഒരു നാവ്. നിന്റെ ബുദ്ധിയൊക്കെ എന്റെ അമ്മയെ പോലുള്ള പാവങ്ങളെടുത്ത് നടക്കുള്ളൂ. അല്ല, മുത്തശ്ശിയുടെ അടുത്ത് ഉണ്ണിയേട്ടൻ എന്ത് ബുദ്ധിയാ കാണിച്ചത്? അത് പിന്നെ എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കണ്ട. എന്റെ അമ്മയുടെ സ്വർണ്ണവും സ്വത്തും എല്ലാം വിഴുങ്ങിയിട്ട് ഇരിക്കുക കാലൊടിഞ്ഞൊരുത്തൻ കാലൻ. നിന്റെ അച്ഛനങ്ങനെ വേണ്ടതിനെ ഒരുപാട് പറയും. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇപ്പൊ പിടിച്ചൊക്കെ നടക്കല്ലേ? നീ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്. ഇവന് ഉടനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ആ, ഇവൻ എന്താ പറയുന്നേ? മുക്കലും മൂളലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ സംസാരിക്കാൻ പറ്റുമെന്നാ തോമസ് വൈദ്യര് പറയുന്നേ. ഇങ്ങോട്ട് ഇരിക്കട്ടെ മോനെ, ഇങ്ങോട്ടിരിക്കേ. വാ വാ. ആ, അവിടെ, ഇവിടെ, പതുക്കെ. പിടിച്ചോ, 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 പിടിച്ചോ. ശ്രീമതിനെ പിടിച്ചോ, സൂക്ഷിച്ച്. പിടിച്ചോ. പതുക്കെ ഇരിക്കണം, പതുക്കെ, പതുക്കെ ഇരിക്കണം. ആ, അവിടെ ഇരി, ഇവിടെ ഇരി. ഇരിക്കും. മോള് വന്നില്ലോടി? അവൾ ഇനി രാത്രിയിലൊക്കെ വരത്തുള്ളൂ. കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം ഒരു സൂപ്പർ മാർക്കറ്റിലും പോകുന്നുണ്ട് വൈകുന്നേരം. എന്നുവെച്ചാ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ? അതെ, ബാങ്കിൽ കുറച്ച് പൈസയുണ്ട്. കേസ് നടത്തണ്ടേ സീമന്തിനി? ആ, കേസ് നടത്തിക്കോ. അതുകൊണ്ട് എന്താ പ്രയോജനം? കണ്ണൻ മാത്രമല്ല, ദുർഗയെ നിങ്ങൾ വെറുതെ വിടില്ലെന്നാ പറയുന്നേ. ഇടയ്ക്ക് ഞാൻ പോയിരുന്നു ദുർഗയുടെയും കണ്ണന്റെയും ഒക്കെ കൈയും കാലും പിടിക്കാൻ. എന്നിട്ട് പേ പിടിച്ച നായ്ക്കളെ ഓടിക്കുന്നത് പോലെയാ എന്നെ ഓടിച്ചത്. തല്ലിയില്ലെന്നേ ഉള്ളൂ. കമലേശ്വരം ജുവലറിയുടെ മാനേജർ അല്ലായിരുന്നോടാ നീ? അടങ്ങി ഒതുങ്ങി മഞ്ജുവിനെയും കെട്ടി മാനമര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? ഇവന് അല്ലറ ചില്ലറ തിരുമുറയൊക്കെ നടത്തിയാലും കുഴപ്പമില്ലായിരുന്നു സീമന്തിനി. മഞ്ജുവിനെ വെറുപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. മഞ്ജുവിനെ മാത്രമല്ലല്ലോ, എല്ലാരെയും വെറുപ്പിച്ചില്ലേ അച്ഛനും മോനും കൂടെ. രണ്ടാളും കൂടെ മത്സരമായിരുന്നല്ലോ. എന്റെ മോളെ കെട്ടിച്ചയക്കാൻ കാലണ തരത്തിലെന്നാ കണ്ണൻ പറഞ്ഞത്. ഇനിയിപ്പോ അവൻ അതിന് തയ്യാറായാലും നിങ്ങളുടെ പെങ്ങൾ അതിന് സമ്മതിക്കത്തില്ല. അവക്കാണ് നമ്മളോടിപ്പം കൂടുതൽ ദേഷ്യം. ഞാൻ അവളെ കാണാൻ പോയപ്പോഴേ അവള് ചൂലെടുത്ത് എന്നെ അടിച്ചില്ല. പക്ഷെ സർവശക്തിയും എടുത്ത് അവൾ എന്റെ കരണക്കുറ്റിക്കൊന്ന് തന്നു വിട്ടു. ഈ കേസിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകായിരുന്നു. എങ്ങനെ പോകാന്നാ നിങ്ങൾ പറയുന്നേ? ഒരു കുടുംബം തകർന്നു, അച്ഛനും മോനും കൂടെ തകർത്തു. എന്താടാ, അരിശമെല്ലാം കൂടെ ഉള്ളിൽ ഒതുക്കി വെക്കുകയാണെന്ന് മനസ്സിലായി. ആ, അത് അവിടെ തന്നെ അങ്ങ് വെച്ചാ മതി. ഇപ്പോഴേ പരസഹായത്തോടെ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതും കൂടി ഇല്ലാതാക്കി കളയരുത്. മാർക്കോ എന്ന് പറയുന്നതിന് കൈ ധരിക്കുമ്പോൾ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർ നേരെ ഇങ്ങോട്ട് വരും.
നിന്റെ മുന്നിലിട്ട് എന്നെയും എന്റെ മുന്നിലിട്ട് നിന്നെയും തല്ലിച്ചതയ്ക്കാൻ. ആ ഓർമ്മ വേണം. എന്നിട്ട് അവൻ ഓരോന്ന് ആലോചിക്കുന്നു. ആ, 2 അസുരന്മാർ പോയി. ഇനി നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. ഞാൻ തന്നെ മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ കുഴമ്പൊക്കെ പറഞ്ഞ പ്രകാരം തന്നെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് എല്ലാത്തിനും ഒരു മാറ്റം വരും. പിന്നെ അവരോട് പറഞ്ഞു തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. സ്വന്തം കൂടപ്പിറപ്പിനോടുള്ള യുദ്ധം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ആ, അത് തന്നെയാണ് ഞാൻ ഇവനും ഉപദേശം കൊടുത്തോണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇവളോട് മാത്രമല്ല, തന്നോടും കൂടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. മഹാലക്ഷ്മിയുടെ അമ്മയെ താൻ വിവാഹം കഴിച്ച നാൾ മുതൽ ആ കുട്ടിക്ക് താനൊരു അച്ഛനാണ്. ഒരിക്കലെങ്കിലും അച്ഛാന്ന് വിളിച്ച മോളെ ഒരാൾക്കും കൊല്ലാൻ കഴിയില്ല. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല സാറേ. കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരു അച്ഛനാണ് ഞാനിപ്പോ. കണ്ണീരൊന്നും ഒഴുക്കണ്ട. കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്യാതിരുന്നാ മതി. പതി ഏറ്റില്ല. അതുപോലെ തന്നെ നീ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുക കുഞ്ഞെ. അമ്മയെന്ന് പറയുന്നത് നന്മയാണ്, സ്നേഹമാണ്. ഒരു കുഞ്ഞിനെ താലോലിക്കാൻ തയ്യാറെടുക്കുന്ന ഈ സമയത്തെങ്കിലും മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ നോക്ക്. നിന്റെ ഇപ്പോഴത്തെ സ്വഭാവം മാറ്റാനും ആയുർവേദത്തിൽ മരുന്നുണ്ട്. അത് താൻ തന്നെ കഴിച്ചാ മതി. നീ എന്താ മനസ്സിൽ പറഞ്ഞതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാനൊന്നും പറഞ്ഞില്ല സാറേ. എന്തായാലും നിന്റെ അച്ഛൻ നിന്റെ സ്വഭാവം നശിപ്പിച്ചു. അതുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും ഒക്കെ നീ അനുകരിക്കാൻ നോക്ക്. അവരെ പകർത്താൻ ശ്രമിക്കുക. ഞാൻ ചവിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിന് ഞാൻ മറുപടി കൊടുത്തന്നെ. കാലുമടക്കി ചവിട്ടാൻ എനിക്ക് തോന്നിയ. എന്നാ ചെയ്യായിരുന്നില്ലേ? അപ്പൊ പിന്നെ മാർക്കോ വന്ന് ആ കാലങ്ങ് തല്ലി ഓടിച്ചാൽ. ഓ മോളെ, പോവാന്നല്ലേ പറഞ്ഞേ? വിനയം വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. ജാനമ്മയുടെ സഹായത്തോടെ ആ കുഞ്ഞിന്റെ അന്ത്യകുദാശ ഞാൻ നടത്തിയിരിക്കും മോളെ. ഇതുവരെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. ആ തോമസ് വൈദ്യൻ ഇടയ്ക്കിടയ്ക്ക് വേണ്ടാത്ത ഉപദേശങ്ങൾ തരുമായിരുന്നെങ്കിലും അവിടെ ആയിരുന്നപ്പോ മറ്റാരുടെയും മുഖം കാണണ്ടായിരുന്നല്ലോ. ഇവിടെ സ്വന്തം അമ്മായിയമ്മ പോലും ചൂലെടുത്ത് അടിക്കുന്നും പറഞ്ഞ് നിൽക്കുക. വാ ഉണ്ണിയേട്ടാ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ മാത്രമല്ല, എന്റെ ഭർത്താവ് സാഗരേട്ടനും വന്നിട്ടുണ്ട്. ഓണമായിട്ട് ഇവിടെ എന്തെങ്കിലും അലമ്പുണ്ടാവോന്ന് പറയാൻ പറ്റില്ലല്ലോ. നേരത്തെ കണ്ണേട്ടനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതല്ലേ. അതുകൊണ്ട്
ഞാനും സാഗരേട്ടനും ഇനി ഓണം കഴിഞ്ഞേ പോകുന്നുള്ളൂ. അതിനെന്താ, ഓണം ആള് കൂടുന്നത് നല്ല കാര്യമല്ലേ? പക്ഷെ നീയും ഇവളും കൂടി ആളിന്റെ എണ്ണം കുറയ്ക്കാനല്ലേ നോക്കുന്നത്? ഏതായാലും വന്ന സമയത്ത് എന്റെ ഏട്ടനും ഏട്ടത്തി അവരുടെ കുഞ്ഞുമൊക്കെ ഇവിടെ ഉണ്ട്. അവര് പോയിട്ടില്ല. പോയില്ലെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാ തോമസ് വൈദ്യൻ നാളെ പോയാ മതിന്ന് പറഞ്ഞിട്ടും ഉണ്ണിയേട്ടൻ അതൊന്നും കൂട്ടാക്കാതെ ഇന്ന് തന്നെ പോണെന്ന് വാശി പിടിച്ചത്. ആ, കണ്ണേട്ടനെ ഏട്ടത്തെയും കുഞ്ഞിനെയും കാണാൻ അത്രയ്ക്ക് കൊതിയായോ? അത് പിന്നെ ഞാനൊരു അച്ഛനാവാൻ തയ്യാറെടുക്കുമല്ലേ. ആ സമയത്ത് കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ തോന്നും. നിനക്കേ അങ്ങനെ തോന്നത്തില്ലടാ. അതുകൊണ്ടാ ഏട്ടാന്ന് വിളിച്ച നാവുകൊണ്ടേ ഞാൻ നിന്നെ എടാന്നും നീയെന്നും ഒക്കെ വിളിക്കുന്നെ. ഇവിടെ ഇപ്പൊ ഏട്ടനോടും ഏട്ടത്തിയോടും കുഞ്ഞിനോടും ഒക്കെ ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ അമ്മ. ആ അമ്മയെ പോലും ഞാൻ ഇതുവരെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. പിന്നെയല്ലേ നിന്നെയൊക്കെ വിശ്വസിക്കുന്നത്. നടന്നു തുടങ്ങിയെന്ന് മനസ്സിലായി. വേറൊരു കാട്ടാളനുണ്ടല്ലോ, അവനും ചെറുതായിട്ട് മറ്റുള്ളവരുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാ സാഗരേട്ടൻ പറഞ്ഞത്. നീയൊക്കെ പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു വന്നാലേ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. തീരെ വയ്യ. ഒരാളുടെ സഹായത്തോടെ നടന്നു തുടങ്ങിയെന്നേ ഉള്ളൂ. ഇതിനിടയിൽ നീ ഇങ്ങനെ മുള്ളു വെച്ച വർത്തമാനങ്ങൾ പറയല്ലേ. ഇന്നലെ വരെ കണ്ട നിന്റെ ഈ ഏട്ടനെ ആയിരിക്കില്ല ഇനി നീ കാണാൻ പോകുന്നത്. ഓ, അങ്ങനെ പറഞ്ഞേ എന്നെ നീ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. നീ മാറിയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ ആ മാർക്ക് ഒരു ദിവസം നിന്നെ തല്ലിക്കൊന്ന് ഇവളുടെ മുന്നിൽ കൊണ്ടുവന്നിടും. അതിനപ്പുറവേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിളിച്ചോണ്ട് പോടി. വാ ഉണ്ണിയേട്ടാ, മതി. കുറച്ച് പൈസയുടെ ബാധ്യത തീർത്തു തരാനുണ്ട് ദേവരാൻ. അത് അയാളുടെ അമ്മ എങ്ങനെയെങ്കിലും തീർത്തു തന്നേ പറ്റൂ. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് നക്കാപ്പിച്ചൊക്കെ കൊടുത്തിട്ടാ വരുന്നേ. നമ്മൾ പറഞ്ഞ കാര്യം തീർത്തു തരികയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഹോസ്പിറ്റൽ ചെലവ് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞ? ആ ജീവനാന്ത അവന്റെ കുടുംബത്തെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ വെറുതെ വെച്ച് കാച്ചിയതില്ലമ്മേ. നമ്മളെങ്ങാനും അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അല്ല, നീ എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? അമ്മ ഇനി വന്നേ. മേ, നേരത്തെ വിട്ട സ്വാമി, ഇപ്പൊ ദേവരാജന്റെ അമ്മ, അവരൊക്കെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കൊടുത്തു പറയുന്നതേ ശുദ്ധ നുണയമ്മേ. അവരാരും ഒന്നും ചെയ്തിട്ടില്ല. പൈസ വാങ്ങിച്ചിട്ട് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക ചെയ്തേ. നീ ഇത്തരം ഇടപാടുകൾക്കൊക്കെ പോകുമ്പോഴേ ഞാൻ പറയാറുണ്ടല്ലോ നിന്നെ അവന്മാരെല്ലാരും കൂടെ പറ്റിക്കുമെന്ന്. എപ്പോഴും ഒന്നും നടക്കത്തില്ലല്ലോ അമ്മേ. ഇനി ഞാൻ ആ ഒട്ടുപാല ദിനേശന്റെ സഹായം തേടാൻ പോന്നേ. അവനും വലിയൊരു തുക ഞാൻ കൊടുത്തിരിക്കുക. എടാ, ഒട്ടുപാല് തന്നെയല്ലേ നിന്നെ 2 പ്രാവശ്യം പറ്റിച്ചത്. ഇനി അത് നടക്കത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ. കുഞ്ഞിനെ അവൻ കൊണ്ടുപോയി കളയാൻ പോവമ്മേ. ഉത്രാട രാത്രിയില് കണ്ണന്റെ കൂട്ടുകാരന്റെ വീട്ടിനകത്ത് ഉയരാൻ പോകുന്നത് നിലവിളിയാ. കുഞ്ഞിനെ കാണാതെ കണ്ണനും ലക്ഷ്മിയും അനന്തവും ലേഖയെല്ലാം മാറത്തടിച്ച് നിലവിളിക്കുന്നത് നമുക്ക് നമ്മുടെ മോക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊക്കെ കഴിഞ്ഞ ഓണത്തിന് മാറിയിരുന്ന് കരഞ്ഞപ്പോ നമ്മളെ നോക്കി ചിരിക്കാൻ ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. അവളും കൊച്ചുമോളെ കാണാതെ നമ്മുടെ മുമ്പിലിരുന്ന് കരയുമേ. മോനെ, മക്കളെ, അവസാനം ഇതൊക്കെ തിരിച്ചാകരുത്. കഴിഞ്ഞ ഓണത്തിന് ലക്ഷ്മിക്ക് കുഞ്ഞില്ലായിരുന്നു.
അതുപോലെ തന്നെ കണ്ണൻ നടക്കത്തുമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. നടന്നു വന്ന് കുഞ്ഞിനെ കോരിയെടുത്ത് ലാളിക്കുന്ന കണ്ണനാണ് ഇപ്പൊ ലക്ഷ്മിക്ക് കൂട്ടിനുള്ളത്. എന്നു മാത്രല്ല, കണ്ണനും ലക്ഷ്മിയും കുഞ്ഞിനെ കയ്യിൽ വെച്ചോണ്ട് ഊഞ്ഞാലാടുമ്പോ അതൊക്കെ നമ്മുടെ മൊബൈലിലേക്കും വരുവടാ. വന്നില്ലെങ്കിൽ വരുത്താനായിട്ട് ആളുണ്ട്. അതൊക്കെ നമ്മുടെ കൊച്ചിന് കാണാൻ പറ്റുമോടാ? അറിയാമേ, അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കൊടും ചതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ മരണക്കളിയിൽ ആ കുഞ്ഞു പോകും, അതെനിക്ക് നല്ല ഉറപ്പാണ്.